നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒറ്റ വരിയിൽ കർണാടക ഹൈക്കോടതി എല്ലാം പറഞ്ഞവസാനിപ്പിക്കുകയായിരുന്നു. ഇന്നായിരുന്നു ബാക്കി വിശദവിവരങ്ങൾ. ഈ വിശദവിവരങ്ങളിൽ നിന്ന് നമുക്ക് പറയാം ഏത് നിമിഷം വേണമെങ്കിലും ഒരു നടപടിയിലേക്ക് SFIO കടക്കാമെന്ന്. ഇന്ന് ശനിയാണ്, നാളെ ഞായറും. ഒരു അറസ്റ്റിലേക്ക് എങ്ങാനും പോവുകയാണെങ്കിൽ നാളെ ഞായറാഴ്ചയാണ്, കോടതി അവധിയുമാണ്. തിങ്കളാഴ്ചയോടുകൂടി മാത്രമേ ഇനി എന്തെങ്കിലും നടപടികൾ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമുള്ളൂ. ഈ രാത്രിയിൽ എന്തെങ്കിലും സംഭവവികാസങ്ങൾ നടക്കുമോ, ഇനി വരും മണിക്കൂറിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമോ നടക്കമുള്ള കാര്യങ്ങളും സംശയിക്കേണ്ടതുണ്ട്, കണ്ടറിയേണ്ടതുമുണ്ട്. എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ നടത്തുന്ന അന്വേഷണം നിയമപരമാണെന്നാണ് കർണാടക ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 46 പേജുള്ള വിധി പ്രസ്താവനത്തിലാണ് ജസ്റ്റിസ് M നാഗപ്രസന്ന ഇക്കാര്യം വ്യക്തമാക്കിയത്. വസ്തുതകൾ കണ്ടെത്താൻ SFIO അന്വേഷണം ആവശ്യമാണെന്നും വ്യക്തമാക്കിയ കോടതി SFIOയ്ക്ക് നിയമപരമായ ഒരു തടസ്സവും അന്വേഷണത്തിന് ഇല്ല എന്നുമാണ് വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണം തടസ്സപ്പെടുത്തുവാനോ റദ്ദാക്കുവാനോ കഴിയുകയുമില്ല. വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം അന്വേഷണം SFIOയെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു തെറ്റുമില്ല. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സമ്പദ് രംഗത്തിന് ഭീഷണിയാണ് എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കമ്പനി ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ T വീണ നൽകിയ ഹർജി തള്ളിയ കർണാടക ഹൈക്കോടതി ഇന്നലെ പുറപ്പെടുവിച്ച വിധിയുടെ വിശദാംശങ്ങളാണ് ഇന്ന് പറയുന്നത്. ജനുവരി 31-ന് അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യമാണ് ജസ്റ്റിസ് നാഗപ്രസന്ന നിരസിച്ചത്. അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്ന വാദവും കോടതി അംഗീകരിച്ചില്ല. കമ്പനികാര്യ നിയമപ്രകാരം രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തുന്ന അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും ഇതേ നിയമത്തിന്റെ മറ്റൊരു വകുപ്പ് ചുമത്തി SFIO സമാന്തരമായി അന്വേഷിക്കുന്നത് തടയണം എന്നുമാണ് എക്സാലോജിക്ക് വാദിച്ചത്. ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിലും കമ്പനികാര്യ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് 212 ചുമത്തിയാണ് അന്വേഷിക്കുന്നത് എന്നും UAPAയ്ക്ക് തുല്യമായ വകുപ്പ് ചുമത്താനാകില്ല എന്നും കമ്പനി വാദിച്ചു. എന്നാൽ CMRL രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതായും ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് SFIO വാദിച്ചത്. ഒരു സേവനവും നൽകാതെ CMRL നിന്നും 1.72 കോടി രൂപ എക്സാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത്. മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായും മരവിച്ചിട്ടുണ്ട്. അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചു. കേസ് എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെയാണ് SFIO അന്വേഷണം. ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് CMRL വൻ തുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. CMRLും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ഈ കണ്ടെത്തൽ വ്യക്തമാണെന്നും ഈ വീണ കോടതിയിൽ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെയും അതൊരു തരത്തിലും വില പോവുകയില്ല എന്നുമാണ് ഷോൺ ജോർജ് അടക്കമുള്ളവർ പറയുന്നത്. എന്തായാലും ഇന്നും നാളെയും ഒക്കെ തന്നെ നിർണായകമാണ്. SFIOയ്ക്ക് വീണ വിജയനെ അടപടലം പൂട്ടണമെങ്കിൽ ഇന്ന് ചെയ്യാൻ കഴിയുമെന്നതുകൂടി ഒരു മാർക്ക് കൂടി അവിടെ കിടക്കുന്നുണ്ട് എന്നതാണ് കണ്ടറിയേണ്ടത്.